നിങ്ങൾ ഏത് സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിലും അതൊരു മാറ്ററേ അല്ല. നിങ്ങൾ സെല്ല് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ വിചാരിക്കും പ്രൈസിങ് കൂടിയതുകൊണ്ടാണ് എൻ്റെ ക്ലയൻറ്റ് പോയത്, അല്ലെങ്കിൽ പ്രൈസിങ് കുറഞ്ഞു പോയി, ചിലപ്പോൾ അതുകൊണ്ട് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് ക്ലയൻറ്റ് പോയത്. ഇത് രണ്ടുമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വാല്യൂ പ്രോപ്പറായിട്ട് ക്ലയൻറ്റിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ടാണ് ക്ലയൻറ്റ് പോകുന്നത്. ഞാൻ പറഞ്ഞു തരാം. ഏത് സർവീസും ആയിക്കോട്ടെ. ഇനിയിപ്പോൾ നിങ്ങൾ ആൽബം ക്രിയേറ്റർ ആണോ, അല്ലെങ്കിൽ ഫോട്ടോ എഡിറ്റർ ആണോ, അതല്ലെങ്കിൽ ഡാറ്റ മൈനർ ആണോ, എന്ത് സർവീസോ ആയിക്കോട്ടെ, നിങ്ങൾ അതിൽ ബെസ്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യണം. സംഭവം സിമ്പിളായിട്ട് ഞാൻ ഉദാഹരണത്തിന് വെബ്സൈറ്റ് ഡിസൈനർ എടുക്കാം. ഇപ്പൊ ഒരു വെബ്സൈറ്റ് ഡിസൈനറായിട്ട് നിങ്ങളൊരു ക്ലയന്റിനെ അപ്രോച്ച് ചെയ്തു. ക്ലയന്റിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞ വില എന്ന് പറയുന്നത് 5 പേജിന് 30,000 വാട്ടെവർ 30K നമുക്ക് കൂട്ടാം. 30K ആണെന്നുള്ള രീതിയിലാണ് നിങ്ങൾ സംസാരിച്ചതെങ്കിൽ, അല്ലെങ്കിൽ 50,000 റുപ്പീസ് ആണ് നിങ്ങൾ അതിന് ചെയ്തത്. അങ്ങനെയെങ്കിൽ അപ്പൊ നിങ്ങൾ റീച്ച് ഔട്ട് ചെയ്തു, ക്ലയന്റ് പറഞ്ഞു ഇത് പ്രൈസ് കൂടുതലാണ്, എനിക്ക് ഇതിനെക്കാട്ടിലും വില കുറഞ്ഞ ഒരു ഭാഗത്ത് കിട്ടി, അവരുടെ ഇതും നന്നായിട്ടുണ്ട്, ഞാൻ അതുകൊണ്ട് പോവുകയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ നിങ്ങളവിടെ എന്ത് പറയും? കാരണം നിങ്ങൾ പറയുന്ന ക്വാളിറ്റി അടിപൊളിയാണ് എന്നിട്ട് പറഞ്ഞ് നിങ്ങളുടെ പോർട്ട്ഫോളിയോ ആയിട്ട് എടുക്കും. പക്ഷെ ആ പോർട്ട്ഫോളിയോ എല്ലാം സിമിലർ വെബ്സൈറ്റ്സ് ആണ്. അതിൽ ഒരു എന്താ പറയാ ഒരു വ്യത്യാസം ഇല്ലെങ്കിൽ തോന്നുന്നുണ്ടോ ക്ലയന്റ് കയ്യിൽ കംപ്ലീറ്റ്ലി ഇംപ്രസ് ആവുന്നു? ഒരിക്കലും ഇല്ല. കാരണം അതന്നെ ആയിരിക്കും അപ്പുറത്തുള്ള ആളും അയച്ചു കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ എവിടെയാണ് നിങ്ങൾക്ക് വാല്യൂ കൊടുക്കാൻ പറ്റുക? എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇതുവരെ നിങ്ങൾ ബീറ്റ പ്രോജക്റ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യുക. നിങ്ങൾ ഓരോ ക്ലയന്റിനെ അപ്രോച്ച് ചെയ്ത് നമ്മൾ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്ത് തരും. ഫ്രീ ആയിട്ട് അപ്രോച്ച് ചെയ്യുക, ഫ്രീ ആയിട്ട് ബിൽഡ് ചെയ്യുക. ഓരോ വെബ്സൈറ്റും നിങ്ങൾ ശ്രദ്ധിക്കണം, അതിൽ ഓരോ വെബ്സൈറ്റും യൂണീക്ക് ആയിരിക്കണം. ഒരു വെബ്സൈറ്റ് കംപ്ലീറ്റ്ലി പ്ലെയിൻ ആണെങ്കിലും രണ്ടാമത്തെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് അനിമേറ്റർ ആയിരിക്കണം, അനിമേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ മൂന്നാമത്തെ വെബ്സൈറ്റ് 3D ആയിരിക്കണം, നാലാമത്തെ വെബ്സൈറ്റ് ഇ കൊമേഴ്സ് ആയിരിക്കണം. ഇ കൊമേഴ്സിൽ 3D ആഡ് ചെയ്യാം അല്ലെങ്കിൽ അനിമേറ്റ് ചെയ്യാം. ആ രീതിയിലുള്ള ഡിഫറെന്റ് ആയിട്ട് 10 ടൈപ്പ് വെബ്സൈറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ക്ലയന്റ് കാണുന്ന സമയത്ത് ഈ 10 നോക്കുമ്പോൾ 10 തരത്തിലാണ്. അപ്പോൾ ഓരോന്നിനും ഏത് രീതിയിലുള്ള ക്വാളിറ്റിയാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് മനസ്സിലാക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ചില ക്ലയന്റ് പറയും ആർട്ടിക്കൽ ബ്ലോഗ് അപ്ലോഡ് ചെയ്യാനിരിക്കാം, ഏണിങ്ങിന് വേണ്ടി മാത്രമായിരിക്കാം വെബ്സൈറ്റ് ചെയ്യുന്നത്. അപ്പൊ ബ്ലോഗ് ആകുമ്പോൾ അത് വളരെ സ്നാപ്പി ആയിരിക്കണം. ആ രീതിയിലുള്ള ഒരു വെബ്സൈറ്റ് ഡിസൈൻ ആയിരിക്കും അതിന് വേണ്ടത്. ഓഫ്കോഴ്സ് എല്ലാ വെബ്സൈറ്റും ഭയങ്കര സ്നാപ്പി ആയിരിക്കണം, ഫ്ലോലെസ് ആയിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുക. അപ്പോൾ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫ്രീ ആയിട്ട് ബിൽഡ് ചെയ്യുക. ഞാൻ എന്താ ഫ്രീ ആയിട്ട് ബിൽഡ് ചെയ്യാൻ പറയണതെന്ന് വെച്ചാൽ, നിങ്ങൾ കാശ് പറയുന്ന സമയത്ത് ആ ക്ലയന്റിന്റെ മനസ്സിൽ കയറിയിട്ടുണ്ടാവും വെബ്സൈറ്റ് ഡിസൈനിങ്ങിന് ഇത്രയും കാശുള്ളൂ. ഓക്കെ, അങ്ങനത്തെ ഒരു സംഭവം മാർക്കറ്റിംഗിൽ വന്നാൽ ഓൾറെഡി വെബ്സൈറ്റ് ഡിസൈനിങ്ങിന്റെ ഇതൊരു നല്ല സ്കില്ല് തന്നെയാണ് വെബ്സൈറ്റ് ഡിസൈനിങ്. പക്ഷേ കറന്റ്ലി വളരെ ചീപ്പായിട്ടാണ് പുതിയ ഫ്രീലാൻസേഴ്സ് ഒക്കെ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ആകെ ഇടിയും, മാർക്കറ്റിലെ വില അങ്ങോട്ട് പോകും. ഞാൻ ഈ അടുത്തൊരു ആഡ് കണ്ടു, 5,000 രൂപയ്ക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നു, 2,500 രൂപയ്ക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ അവര് പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ വേണ്ടിയായിരിക്കും ഇത് ചെയ്യുന്നത്. പക്ഷെ ഞാൻ അവിടുത്തെ ഡിസ്കസ് ചെയ്തേയില്ല. കാരണം പലരും മനസ്സിലും ചെയ്തിട്ടുണ്ടാവും 2,500 രൂപ വെബ്സൈറ്റ് ഉണ്ട്, ഇവരെന്തോ 50,000 പറയേണ്ട ആവശ്യം, എനിക്ക് അവൻ്റെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല, ഇവരുടെ അടുത്ത് പോയ പോലെ. അങ്ങനത്തെ ഒരു ഐഡിയ വന്നിട്ട് അവരുടെ ഇൻഡയറക്ട്ലി അവരുടെ മനസ്സിൽ വെബ്സൈറ്റ് ഡിസൈൻ ഇത്രയും കാശുള്ളൂ, നിങ്ങൾ പറയുന്നത് കൂടുതലാണ്. അവിടെ എന്താ പറയാ, ഒരു തർക്കിക്കലിന്റെ ഒരു സിറ്റുവേഷൻ വരും. അങ്ങനത്തെ ഒരു പോയിന്റ് എത്തിയ കൺവിൻസ് ചെയ്ത് ക്ലയന്റിനെ തിരിച്ചെടുക്കുക പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ശരിക്കും പറഞ്ഞാൽ അത് ശരിക്കും നടക്കാത്ത കാര്യം തന്നെ ആവാം. കാരണം ഇത് കൂടുതലാണ്, ഇവൻ എന്താ പറയുക അവസരം മുതലെടുക്കുക എന്നുള്ള ചിന്ത വരും. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വാല്യൂ പ്രപ്പോസൽ ചെയ്യണം. ആ വാല്യൂ പ്രപ്പോസൽ എങ്ങനെയാണ് ചെയ്യുക? നിങ്ങളുടെ പോർട്ട്ഫോളിയോ കാണിച്ചു കൊടുക്കുക, ആ ക്വാളിറ്റി ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ കാണിച്ചു കൊടുക്കുക. അപ്പൊ നിങ്ങളുടെ കോമ്പറ്റീറ്റർ ആണെങ്കിലും ആളുടെ പോർട്ട്ഫോളിയോ സെൻഡ് ചെയ്ത് കൊടുക്കും ക്ലയൻസിന്. അപ്പൊ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ മനസ്സിലാവും എവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ എവിടെ റിട്ടേൺസ് കിട്ടും. അപ്പൊ ഏതാണ് എന്താ പറയുക സർവീസിൽ ബെസ്റ്റ്, പ്രൈസ് ആണോ ക്വാളിറ്റി ആണോ എന്ന് നമ്മൾ പിന്നെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം വരില്ല. അങ്ങനെ ചെയ്യാൻ നോക്കിയപ്പോൾ അപ്പോൾ അങ്ങനെയാണ്. ഒരിക്കലും നമുക്ക് പ്രൈസിൽ ഒരു സർവീസും ഒരിക്കലും പ്രൈസിൽ കോമ്പറ്റ് ചെയ്യാൻ പറ്റില്ല. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാനിപ്പോൾ 20,000 രൂപയ്ക്ക് അത് കൊടുക്കാന്ന് പറഞ്ഞാൽ തൊട്ടുള്ള എൻ്റെ കോമ്പറ്റീറ്റർ പറഞ്ഞാൽ 10 കൊടുക്കാന്ന്, അല്ലെങ്കിൽ അടുത്ത ആൾ പറഞ്ഞാൽ 5 കൊടുക്കാന്ന്. അപ്പൊ നമുക്ക് അതിനെക്കാളും താഴ്ത്തിയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ ചെയ്താൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം അറിയാതെ എത്ര ഡിഫിക്കൽട്ടുള്ള വർക്കാണ്, എത്ര ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ നമുക്ക്
ഒരിക്കലും പ്രൈസിൽ ചെയ്യാൻ പറ്റില്ല. ഏത് സർവീസ് ആയിക്കോട്ടെ, നമ്മൾക്കൊരിക്കലും പ്രൈസിൽ കോമ്പറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ എന്താണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, അതിൻ്റെ ക്വാളിറ്റി എന്താണ്, എന്തിനാണ് ഇത്രയും കാശ് തന്നത്, എന്തായാലും ഒരു നേട്ടം ഇത് ചെയ്യുമ്പോൾ അത് ആദ്യം പറഞ്ഞ് മനസ്സിലാക്കണം. അതിന് ബെസ്റ്റ് അടിപൊളി പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുക. നിങ്ങൾ പോസ്റ്റർ ആണെങ്കിൽ അടിപൊളി പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ ഫോട്ടോ ഫ്രെയിം ചെയ്യുന്ന ടീമാണെങ്കിൽ നിങ്ങൾ വെറൈറ്റി ആയിട്ടുള്ള ഫോട്ടോ ഫ്രെയിം പരിപാടി ചെയ്യേ. അപ്പോൾ അത് കാണുമ്പോൾ അവിടെ ഒരു യുണീക്നെസ് ഫീൽ ചെയ്യും. ഇത് സാധാരണ ആൾക്കാരെ പോലെയല്ല, ഇവൻ്റെ സാധനം വേറെയാണ്. ഒരു യുണീക്നെസ്, ഒരു എക്സ്പീരിയൻസ് അത് ഫീലായ അവിടെ പിന്നെ ബാർഗെയിനിങ്, നെഗോസിയേഷൻ പവർ 50% പോയി. അവിടെ നിങ്ങളുടെ അടിപൊളി പോർട്ട്ഫോളിയോ സെൻഡ് ചെയ്തു, നിങ്ങളുടെ ക്വാളിഫൈഡ് ഒക്കെ ആണെന്ന് പറഞ്ഞാൽ അവിടെ 80% നെഗോസിയേഷൻ പവർ പോയി. പിന്നെ അവിടെ ഒന്നുമില്ല. പിന്നെ അവർക്ക് ഒരൊറ്റ പോയിന്റേ ഉള്ളൂ, അവരിൽ ഇപ്പോൾ കാശില്ല എന്ന്. അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ പറയുക ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ലീഡ്സ് കിട്ടും. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ബീറ്റ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുക. ബീറ്റ പ്രോജക്റ്റ് ഏത് സർവീസോ ആയിക്കോട്ടെ അങ്ങനെ വർക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്താ പറയുക ലീഡ് ഹണ്ടിങ് അതിലേക്ക് പോവാം. ഉറപ്പായിട്ടും ഞാൻ ലീഡ് ഹണ്ടിങ്ങിൻ്റെ വീഡിയോയും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കാണുക. ഈ ഐഡിയയും വെച്ചിട്ട് അതും ചെയ്ത് ആ ഒരു എന്താ പറയുക നോളജും ഗെയിൻ ചെയ്തിട്ട് നിങ്ങൾ ക്ലയൻറ്റിനെ അപ്രോച്ച് ചെയ്ത് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.